കൈയക്ഷരം പോലും അറിയില്ല. രാധന്റെ കൈയക്ഷരം. എടോ കണ്ടാക്കെ എവിടെ നിൽക്കുവോ? ഇല്ലിക്കുഴിയിലോട്ട് വന്നേ. ആരുടെ സുനിത മെമ്പറുടെ ഫ്ലെക്സ് ഒക്കെ ഇവിടെ കൊണ്ടുവച്ചത്? തോന്നിയാസല്ലേ ഈ കാണിക്കുന്നത്? ആ മെമ്പറോട് കുശുമ്പുള്ള ആരോ ചെയ്ത പണിയാ. ചെയ്തവരെ കുറ്റം പറയാൻ പറ്റുമോ? റോഡ് മൊത്തം കുഴിയല്ലേ. ഇവന്മാര് കരുതി കൂട്ടിയാണ് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. എന്ത് വള്ളിക്കെട്ടിലാണോ എന്തോ. ഈശ്വര കാത്തോണേ. എന്തിനാ മാഡം വിളിച്ചത്? എടോ തന്നോട് ഞാൻ എത്ര കാലമായി പറയുന്നു റോഡ് ശരിയാക്കാൻ. ഈ കുഴിയെല്ലാം എണ്ണി അടച്ചില്ലെങ്കിൽ തന്റെ ലൈസൻസ് കെട്ടിയത് ഞാൻ കരിമ്പട്ടികയെ പെടുത്തുവേ. ഒറ്റ ബില്ല് ഞാൻ പാസ്സാക്കത്തില്ല പഞ്ചായത്തിൽ നിന്ന്. മാഡം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓ ആക്ടിങ് ശരിയാണ്, ശരിയാണ്. മാഡം ഒരു 1000 ടൈംസ് പറഞ്ഞിട്ടുണ്ട്. മാഡം ചതിക്കരുത്. എന്റെ ലോൺ, എന്റെ JCB, എന്റെ ടിപ്പർ, എന്റെ കരിമ്പട്ടിക. ആക്ടിങ് കറക്റ്റ് മാഡം. അപ്പൊ വേഗം റോഡ് ശരിയാക്കാം. വൈകുന്നേരം ഞാൻ ഈ വഴി വരുമ്പോ ഒറ്റ കുഴി കണ്ടുപോരുത്. മനസ്സിലായല്ലോ? ഗ്രൂപ്പിസം അതിന്റെ പാരമ്യത്തിലെത്തിരിക്കുകയാണ്. സുനന്ദയ്ക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചത് സുരേഷും സംഘവുമാണെന്നാണ് സൂചന. അതുകൊണ്ട് ഗ്രൂപ്പിസം ഇനി വെച്ച് പൊറുപ്പിക്കാനാവില്ല. ഗ്രൂപ്പിസം കണ്ടുപിടിച്ച ചാച്ചനാണ് ഗ്രൂപ്പിസിനെ കുറിച്ച് പറയണം. CCTV ദൃശ്യങ്ങളിലെല്ലാം വ്യക്തമാണ്. തലേ ദിവസം രാത്രി സുരേഷിനെ അവിടെ കണ്ടവരുണ്ട്. മര്യാദക്ക് സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്ത ഗ്രാമത്തിലാണ്. എന്റെ വീട്ടിലുണ്ടല്ലോ CCTV. കോങ്കോയിലിരുന്ന് അതിയാണ് എല്ലാം കാണാം. എന്തൊക്കെയായാലും തെരഞ്ഞെടുപ്പെടുത്ത ഈ വേളയിൽ സുനന്ദയുടെ സമയോചിതമായ ഇടപെടൽ വലിയൊരു നാണക്കേടിൽ നിന്നും പാർട്ടി രക്ഷിച്ചിട്ടുണ്ട്. എന്താ ശരിയല്ലേ? നമ്മുടെ പഞ്ചായത്തിന്റെ ഇന്ദിരാഗാന്ധിയാണ് സുനന്ദ എന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജയില്ല. ലജ്ജയില്ലാത്ത बहुत वर्ष पहले जब जवाहरलाल नेहरू प्रधानमंत्री थे तब उन्होंने सुझाव दिया था. ഇത്തവണത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റ് അറിയാൻ പാർട്ടി പ്രവർത്തകർക്ക് താല്പര്യമുണ്ട്. അതൊക്കെ സമയമാകുമ്പോൾ നേതൃത്വം പുറത്തിറക്കും. എല്ലാവരും ഓർത്തോ, ഇത്തവണ എന്റെ ഡേനാണ്. അങ്ങനെയുള്ള കീഴ്വഴക്കങ്ങളൊന്നും ഇവിടെ ഇല്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ സുനന്ദ വന്നു. സുനന്ദ കഴിവ് തെളിയിച്ച സ്ഥിതിക്ക് ഇനി വേറെ ആരും വേണ്ട. സുനന്ദ എന്തു പറയുന്നു? അത് പിന്നെ പാർട്ടി എന്ത് പറയുന്നു അതനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. എന്നാലും കഴിവുള്ളവരെ കഴിവ് അതാണ്. സുരേഷിന് സീറ്റ് കൊടുക്കാൻ സുനന്ദയ്ക്ക് പോലും താല്പര്യം. ചായം കടി ചൂട് മുഞ്ചിക്കണം. ചായം കടി നടക്കുന്നുണ്ട്. അവന്മാര് പോയി ഗ്രൂപ്പുണ്ടാക്കും. സുനന്ദയ്ക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചതിന് സുനന്ദയുടെ വികാരം കണക്കിലെടുത്ത് സുരേഷിനെ അന്വേഷണ വിധേയമായി 3 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു. നിനക്ക് ആ നൂറിനാടുന്ന് വന്ന കല്യാണാലോചനയും മുടങ്ങി. അതെങ്കിലും മുറിവെന്ന് വിചാരിച്ചതായിരുന്നു. ഓ സന്തോഷായി. കൂടുന്നതിനനുസരിച്ചിട്ടേ വരുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയാ. കാലം തെറ്റിയ മഴയും. തേനീച്ചകൾ കുറയുന്നു. കൊന്നമരം പോലും കാലം തെറ്റി പൂക്കുന്നു. മനുഷ്യന്റെ കാര്യത്തിലും മാറ്റം കണ്ടു തുടങ്ങി. നീ ഇന്ന് സുരേഷിനെതിരെ നിലപാടെടുത്ത് ഒട്ടും ശരിയായില്ല. ഓ അത് അച്ഛൻ്റെ അടുത്ത് എത്തിയോ? അച്ഛൻ അങ്ങനെ മകൻ കീ ബാത്ത് കേട്ട് ഓരോന്ന് വിചാരിക്കണ്ട. അലക്സ് എന്തോ പറഞ്ഞു, ഞാൻ അതിന് മറുപടി പറഞ്ഞു. അത് ഞാൻ പറഞ്ഞിരുന്നതിന് മുമ്പ് അലക്സ് ഇടയ്ക്ക് കയറി പറഞ്ഞു. എൻ്റെ നിലപാട് സുരേഷിനെതിരെയാണെന്ന് അയാൾ വ്യാഖ്യാനിക്കുമായിരുന്നു. ഞാൻ പറയാതെ അറിയാമല്ലോ, അലക്സിനെ സൂക്ഷിക്കണം. വിഷവാ. തൊഴുത്തിക്കുത്തും പാരവെപ്പും ഗ്രൂപ്പ് കളിയൊക്കെ ആണല്ലോ അച്ഛാ നമ്മുടെ പാർട്ടിയിലെ പ്രധാന കലാപരിപാടികൾ. ഇവനൊക്കെ LDPക്കാരെ കണ്ടുപിടിക്കട്ടെ. അവരുടെ അച്ചടക്കവും ആസൂത്രണവും അടവ് നയവും അതിന്റെ മെച്ചം അവർക്കുണ്ട്. പഴയ ഒരു മുട്ടകടി ബാക്കി കിടപ്പുണ്ടെന്ന് എനിക്കറിയാം. അതൊന്നും മനസ്സിൽ വെച്ചിട്ട് പെരുമാറില്ലേ. പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. പൈസയുടെ കാര്യം ഇപ്പോൾ പൈസക്കാരൻ വന്നു. ഈ വീടിക്കൊക്കെ ഇപ്പൊ ചന്ദനത്തിരിയുടെ മണവ. എന്ത് ചെയ്യാനാ? നടക്ക് കുഞ്ഞമ്പുസകാവ് ശശി ഒല്ലീന ബാബുരാ വിളിച്ച എല്ലാവരും ഉണ്ടല്ലോ. നമസ്കാരം. നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് മൂൺലൈറ്റ് ബിജോയിയെ 100 ചുവപ്പൻ അഭിവാദ്യങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ബിജോയി ഈ പ്രസ്ഥാനത്തേക്ക് കടന്നു വന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ വിശദീകരിക്കാം.
കാറൽ മാർക്സിന്റെ മൂലധനം കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന ഈ നവോത്ഥാന കാലത്ത് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പാടാ. ഇത്തരം നീക്കങ്ങളൊക്കെ പാർട്ടിനെ ദുർബലപ്പെടുത്തും ചെന്താമർഷൻ സഖാവെ. പാവപ്പെട്ടവന്റെ കൂടെയല്ലെന്നും പാർട്ടി നിൽക്കേണ്ടത്. അത് ശരിയാ. കല്യാണ സ്ഥലത്തും മരണ വീട്ടിലൊന്നും നമ്മൾ പോകാതായി. പാർട്ടി ഒരു ബലിക്കാക്കയല്ല കണ്ടെടുത്തൊക്കെ ഇറങ്ങി നടക്കാൻ. USSRന്റെ വീഴ്ചയ്ക്കും ബംഗാൾ പ്ലീനത്തിനും ശേഷം നമ്മൾ ശൈലി മാറ്റി സഖാവ് അറിഞ്ഞില്ലെന്നുണ്ടോ? താക്കീത് വേണോ തരം താരത്തിൽ വേണോ? അപ്പൊ പേടിയുണ്ട് അല്ലേ? ആ പിന്നെ ശൈലി നേതൃത്വമാണ് രൂപപ്പെടുത്തുന്നത്. അത് പിന്തുടരാൻ പറ്റാത്തവർക്ക് ഡോർസ് ആർ ഓപ്പൺ. പോകാം. ആ പിള്ളേ, താത്വികമായി പാർട്ടി പബ്സിനെതിരാണെങ്കിലും ബീഫ് ആയതുകൊണ്ട് രണ്ടെണ്ണം കഴിക്കാം. വർഗീയത ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് തോപ്പിക്കാൻ പറ്റും അല്ലേ? വർഗീയ ശക്തികൾ പരസ്പരം മുലയൂട്ടി അതിവേഗം വളരുകയാണ്. വേണം. ശാസ്ത്രബോധവും യുക്തിബോധവും ജനങ്ങളിൽ വളർത്തിയാൽ മാത്രമേ ഇതിനൊരു പോംവഴിയാവൂ. നോക്കാം. ചേട്ടോ, ഞങ്ങള് പഞ്ചായത്തിൽ പരദേശി മോഡ് നടപ്പാക്കാൻ പോകുന്ന അറിഞ്ഞില്ലേ? അയ്യോ, അതപ്പം എല്ലാ ബംഗാളികളെ ആസാമിലേക്ക് കയറ്റി വിടാൻ പോവാ. മിത്രമേ, മലയാളിയൊന്നും പണിക്ക് കിട്ടത്തില്ല. ഇന്നത്തെ ചിന്തപേട്ടക്കിൽ ഞങ്ങളത് തീരുമാനിച്ചിട്ടുണ്ട്. അയ്യോ, ഇവനില്ല എന്റെ കട പൂട്ടിപ്പോവും. അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. രാജ്യമാണ് പ്രധാനം. യഥോ ധർമ്മ തഥോ ജയ. ഫലേഷു കഥാജന. लेकिन उससे पहले एक विशेष सूचना। आज अध्यक्ष महोदय पूरे देश को संबोधित करेंगे और अब एक विशेष गाने की विशेष फरमाइश कन्नूर से। गाना है परदेसी। ചലോ മിത്രം, എന്തോ വലുത് വരാൻ. गाना सुनिए। അതുകൊണ്ട് ഇത്തവണ ബംഗാളിയെ വെറുതെ വിടാം. आज अध्यक्ष महोदय देश को विशेष रूप से संबोधित करेंगे। മെമ്പർ പറഞ്ഞതുപോലെ തന്നെ പശുവിനെ നന്നായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ പിണ്ണാക്കും വൈക്കോലും കാടിവെള്ളവും എല്ലാം കൂടെ ചേർത്തൊരു 5000 രൂപ ചെലവായിട്ടുണ്ട്. അതെനിക്ക് കിട്ടിയേ പറ്റൂ. അയ്യോ, അത് ഇത്തിരി കൂടുതലല്ലേ എന്നെ തങ്കമ്മ ചേച്ചി? ആ കാടിവെള്ളത്തിന്റെ വിലയെങ്കിലും ഇത്തിരി ഒന്ന് കുറയ്ക്ക്. കഞ്ഞിവെള്ളം പിള്ളേർക്കും പിള്ളേരുടെ അച്ഛനും പോലും കൊടുക്കാതെ ഇതിന് കൊടുക്കുന്നത് അറിയാവോ? ഓ ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ ഒട്ടും കുറയ്ക്കണ്ട. ഒരു 2500 രൂപ ഞാൻ അങ്ങ് തരും. കണ്ണി ചോരയില്ലാതെ ഇങ്ങനെ പറയല്ലേ മെമ്പറെ. എന്റെ പിള്ളേരെ നോക്കുന്ന പോലെ ഞാൻ ഇതിനെ നോക്കിയത്. ചീട്ടി കിട്ടുമ്പം 2500 രൂപ ഞാൻ അങ്ങ് തരും. ഇതിവിടെ നിന്നോട്ടെ. അങ്ങനെ പറയരുത് ചേച്ചി. ഇനി കാടിവെള്ളത്തിൽ ബൂസ്റ്റ് ഹോർലിക്സും ഇട്ട് ഇളക്കണ്ട. പിടിച്ചോ, ഇതൊരു 4500 രൂപ തികച്ചുണ്ട്. പിടിക്ക് ഗോപാലേട്ടാ. എന്നിട്ട് ഐശ്വര്യമായിട്ട് പഴയ കയറ് മാറ്റി പുതിയ കയറിയിട്ട് തന്നേ. ഒരു MP കൂടെ പോയി. അത് വെട്ടാം. അത് തൊടാൻ പറ്റത്തില്ല, അത് ഹൈക്കമാൻഡാ. ഒരു 100 രൂപ എനിക്ക് പോയിട്ട് ധൃതി ഉണ്ടായിരുന്നു. എടാ, നിനക്ക് വല്ല പണിക്കോ കൂടി? 100 രൂപ അത് നമ്മുടെ അടുത്ത് കണ്ടിട്ട് എത്ര ആളായി? അടുത്ത പശുവായിട്ട് സുനന്ദ ചേച്ചി വീട്ടിലേക്ക് പോയിട്ടുണ്ട്.